ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഉപ്പിലിട്ട നാരങ്ങയും കൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കുറച്ച് നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാളയം മാർക്കറ്റിലെ അവിടെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി, കുറച്ച് നാരങ്ങ വാങ്ങി കേട്ടോ. നാരങ്ങ വാങ്ങുമ്പോൾ കുറച്ച് വലുത് നോക്കിയാണ് വാങ്ങിയത്. അത് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് ഉപ്പിലിടാൻ കൊള്ളില്ല, കുറച്ചുകൂടി ചെറുത് വാങ്ങിയാൽ മതി, അതായിരിക്കും നല്ലത് എന്ന് കേട്ടോ. പക്ഷെ അവരങ്ങനെ പറഞ്ഞപ്പം അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് വാങ്ങി വീട്ടിലെത്തി ഇത് നോക്കിയപ്പോഴാണ് അതുകൊണ്ടല്ല പറഞ്ഞത്, അവിടെയുള്ള അവരെ കയ്യിലുള്ളതൊക്കെ കേടായിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാം ഒരുവിധം എല്ലാത്തിനും കേടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പിലിടുന്ന സമയത്ത് സുർക്ക ഒഴിക്കാതെയാണ് ഇവിടെ സാധാരണ ഉപ്പിലിടൽ. ഇപ്രാവശ്യം പക്ഷേ സുർക്ക ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വേറെ വഴിയില്ല. ഇത് ചിലപ്പം കേടായി പോയാലോ, കേടുള്ളതായതിനെ കൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ചിലപ്പോൾ കേട് അതിലേക്കും പടർന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞിട്ടും ചെറിയ നാരങ്ങ വാങ്ങാതെ വലുത് തന്നെ വാങ്ങിയത് എന്തിനാണെന്നറിയോ? എനിക്ക് ഈ വലിയ നാരങ്ങ ആകുമ്പം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലുത് തന്നെ മതി എന്ന് അവരോട് പറഞ്ഞത്. എന്തായാലും പെട്ടു ഞാൻ. നല്ലതല്ല കിട്ടിയത്. അവരെ പറയാൻ പറ്റില്ല, കാരണം ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എല്ലാം നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഞാനിത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചതേ ഇല്ല കേട്ടോ. അതുകൊണ്ട് വന്നൊരു പ്രശ്നമാണ്. രാത്രിയായിരുന്നു വാങ്ങാൻ പോയത്. മാക്സിമം എല്ലാം വാങ്ങിയിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി വെക്കാനുള്ളൊരു സൗകര്യക്കുറവും കൂടി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴുകി നാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്തു. ഞാനിവിടെ ഒരു തവണ വാഷ് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ. ഞാൻ അല്ലാതെ 2-3 തവണ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ ഇതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് കേട് തോന്നിയതൊക്കെ ഒരു ബോട്ടിലേക്കും അല്ലാത്തതൊക്കെ വേറൊരു ബോട്ടിലേക്കും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കേടായി പോവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഇടാൻ പോകുന്നത്, ഉപ്പിലിടാൻ പോകുന്നത്. 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ നാരങ്ങകളൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ എന്തൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേ ചീരാമുളകാണ്. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്, കുറേ പൂവുണ്ടായിട്ടുണ്ട്. കുഞ്ഞു മുളകുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പഴുത്ത മുളകൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷേ മൂത്തതൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഈ വീട്ടിലുണ്ടായതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ടൊക്കെ വീടുകളിലൊക്കെ ചീരാമുളക്, വെള്ളമുളക്, പിന്നെ ചുവപ്പ് കളറുള്ള മുളക്, തക്കാളി പോലുള്ള മുളക്, അങ്ങനെയുള്ള പല വെറൈറ്റി മുളകുകളൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിരുന്നില്ലേ. അതുമല്ല, ഇത് വെറുതെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് തൈകളുണ്ടാവും, ഒരുപാട് കായ്കളുണ്ടാവും, ഒരാൾക്കും ആവശ്യമില്ലാതെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ നേരെ തിരിച്ചാണ്. ചീരാമുളക് പോലും പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് പോരാണ്ട് എന്താ പറയുക, ഷോപ്പുകളിലൊക്കെ ഒരുപാട് ഇപ്പം മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചീരാമുളകായിട്ട് തന്നെ നമ്മുടെ SM സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ കോഴിക്കോടാണ്, അപ്പോൾ നമ്മുടെ SM സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ മുളക് വിൽക്കാനായിട്ട് ഉന്തുവണ്ടിയിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ കാണലുണ്ട് കേട്ടോ. അപ്പം ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ ഒരു മുളക് കണ്ടോ, ഇതിൻ്റെ തൊലിയൊക്കെ പോയിട്ട് ഈ വിത്ത് മാത്രം പുറത്ത് കിടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അടുക്കി വെച്ച പോലെ വിത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് വെറുതെ പറിച്ചതാണ്. പിന്നെ കളഞ്ഞിട്ടുണ്ട്. വിത്തിനിട്ടാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കും വലിയൊരു വില ഇല്ലാത്തത്. നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു വില നമ്മളതിന് കൊടുക്കുമല്ലോ. അപ്പോൾ ഇത്രയും മുളകാണ് കേട്ടോ ഞാൻ പറിച്ചത്. ഇനിയും കുറച്ചൊക്കെ ഉണ്ട് മൂത്തത്, പക്ഷേ ഇത് മതി, എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതേ ഒരാളിവിടെ ഏതോ ലോകത്താണ്, സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നത്, ഫാഷൻ ഫ്രൂട്ട് കഴിക്കാൻ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് വല്ലാതെ പറയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാളയത്ത് പോയ സമയത്ത് വാങ്ങിയതാണ്. 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ അവൾ തന്നെ കഴിച്ചു. അവൾക്ക് ഈ പുളിയൊക്കെ ഉള്ള, ചെറിയ പുളിയൊക്കെ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ടയോ കലക്കി കൊടുക്കേണ്ടയോ ഒന്നും വന്നില്ല, അതങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. 3-4 കഷ്ണം ഇട്ടു. അതിൻ്റെ മുകളിൽ നമ്മുടെ ചീരാമുളക്, ഞാൻ ഇങ്ങനെ ചീരാമുളക് എന്ന് പറയുന്നുണ്ട്, കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും ഉപ്പിട്ടു, അതിൻ്റെ മുകളിൽ നാരങ്ങ വെച്ചു, അതിൻ്റെ മുകളിൽ കാന്താരി മുളക് വെച്ചു. അങ്ങനെ നമ്മളിതിങ്ങനെ നിറച്ചു, ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അടച്ച് വെച്ചു. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. സോറി അതിൻ്റെ മുകളിൽ ഞാൻ
സുർക്ക കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സുർക്ക ഒഴിക്കാറില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സുർക്ക ഒഴിക്കാറില്ല കേട്ടോ. ഞാനിത് ഉപ്പിടാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ, ഇവിടെ ഫിസിയോതെറാപ്പിക്ക് ആൾ വരും കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ വെള്ളം കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അതല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ സർബത്തില്ലേ, സർബത്തിൻ്റെ വെള്ളമോ കൊടുക്കും. അതിലേക്കും നാരങ്ങ വേണമല്ലോ സർബത്തിലേക്ക്. അപ്പം ഈ പിഴിയുന്ന സർബത്തിന് വേണ്ടിയിട്ട് പിഴിയുന്ന നാരങ്ങ ബാലൻസ് ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് നീരെന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പിറ്റേന്നേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ഉണങ്ങി പിടിച്ച പോലെ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉപ്പിലിട്ട് വെക്കും. അങ്ങനെ ഓരോന്നോരോന്ന് അതിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം മുൻപ് എടുക്കുന്നതൊക്കെ ഇട്ടിങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് തോന്നി ഇത് കഴിച്ചപ്പം. സാധാരണ അങ്ങനെ ഉപ്പിട്ട് വെക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് വന്നപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ ഈ നാരങ്ങ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നാരങ്ങയും കാന്താരി മുളകും കൂടി ഉപ്പിലിട്ടത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഗൈസ്. ഒരു ബോട്ടിലുള്ളത് കേടായിപ്പോയി, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ കേട് ഭാഗമുള്ളതൊക്കെ ഞാൻ ഒന്നിലാണ് ഇടുന്നത്, നല്ലതൊക്കെ വേറൊന്നിലാണ് ഇട്ടത്. അപ്പോൾ കേടായി പോയിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് തൂത്ത് കളഞ്ഞു. പക്ഷേ കളയുന്ന സമയത്ത് ഞാനിത് വീഡിയോ എടുക്കേണ്ട ഓർമ്മയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.